ഓക്കെ, നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് SNDP യോഗം കോളേജിന്റെ ഫ്രണ്ടിലാണ്. ഞാനിന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു ചെറിയ പ്രസംഗം പറയാനാണ്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയാണ് എൻ്റെ വിഷയം. നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ലക്ഷോപലക്ഷം ജനക്കൂട്ടങ്ങളെയാണ് സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ രീതിയിലാണ് നമ്മുടെ നാട് പോകുന്നതെങ്കിൽ വൻ തകർച്ചയായിരിക്കും നമ്മുടെ നാടിന്റെ സാമ്പത്തിക രംഗത്തും ആധ്യാത്മിക രംഗത്തും എല്ലാ രംഗത്തും നടന്നു വരുന്ന ചൂഷണങ്ങളെയാണ് ഞാൻ ഇന്ന് പ്രതികരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ല റോഡുകളുണ്ടോ? ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരിച്ച് മുടിക്കുകയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നതിൽ ഞാൻ ഒട്ടും ലജ്ഞാവതനാവുന്നില്ല, ലഘൂകരനാവുന്നില്ല, ലംബോദരൻ ആവുന്നില്ല. കോളേജിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഈ നമ്മുടെ കോളേജിന് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടോ? മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ് ഈ കോളേജിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർ നമ്മൾ അതിന് പിന്താങ്ങും? നമ്മളെ പിന്താങ്ങുന്നവർ ദയവ് ചെയ്ത് കയ്യിൽ നിന്ന് വെക്കുക. കണ്ടോ, ഭൂരിഭാഗം പേരും പിന്താങ്ങുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ നാടിന്റെ അവസ്ഥ. നോക്കൂ, നമ്മുടെ കോളേജിനെ നോക്കൂ, കോളേജിന്റെ ബസ്സുകളെ നോക്കൂ, ബസ്സുകളെ ആ ബസ്സിന്റെ ആ ശോഷണീയ അവസ്ഥ. ഈ കയറ്റം കയറിയാണ് നമ്മുടെ ഈ ബസ് വരുന്നത്. പലപ്പോഴും ബസ് ചരിയാനും മറിയാനുമുള്ള സാധ്യതയിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ എൻ്റെ കാറിൽ വരുന്ന സമയങ്ങളിൽ ബസ്സിന്റെ ആ അവസ്ഥ കണ്ട് എനിക്ക് പേടിയാണ് തോന്നുന്നത്. പിള്ളേരുടെ അവസ്ഥയും അവരെ വിശ്വസിച്ച് കോളേജ് ബസ്സിൽ പറഞ്ഞു വിടുന്ന അവർ അമ്മ മനസ്സാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇതിനെതിരെ ഒരു പടവാളാകണം നമ്മുടെ ഈ പ്രസംഗം, നമ്മുടെ ഈ ജനവിരോധ പരിപാടി.